വന്നിട്ടുള്ളത് ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കിന് നമുക്കിത് കുക്ക് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാൻ 2-3 ഏലക്ക, 2-3 ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഉണക്കനാരങ്ങ ഇടുവാണ്. ഇത് മുഴുവനായിട്ടുള്ള ഉണക്കനാരങ്ങയാണെങ്കിൽ അങ്ങനെ ഇടാം. എനിക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ പീസാക്കിയിട്ട് ഉണക്കിയ നാരങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് പ്രത്യേകിച്ചൊന്ന് ഫീൽ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ റൈസ് കുക്കായിട്ട് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് വെള്ളമൊക്കെ നല്ലപോലെ തിളപ്പിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വാർത്ത് വെച്ച അരി നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. റൈസ് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. നമ്മൾ ബിരിയാണിക്കൊക്കെ കുക്കാക്കുന്നത് പോലെ മുഴുവനായിട്ടും കുക്കാവണ്ട. ഒരു 90% റൈസ് കുക്കാവുമ്പോൾ വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റണം. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റുന്ന സമയത്ത് റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് റൈസ് എടുത്തിട്ട് വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നെക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേവ് നോക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാം. റൈസൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ എടുക്കണം. ഞാനിപ്പോൾ സ്കിന്നി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ എടുത്തിട്ട് മന്തി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നില്ലാത്ത ചിക്കനും യൂസ് ചെയ്യാം. ഏത് ചിക്കൻ ആണെങ്കിലും അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതാണ് മന്തിക്ക് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ കത്തിയോ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതിൽ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കനെ നമ്മൾ ഏതിലാണോ മന്തി തയ്യാറാക്കുന്നത് ആ പാനിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ പീസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരാത്ത വിധം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഞാൻ 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നോ അത്രത്തോളം പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. ഇത് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനു പകരം ഫുഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇവ ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ ക്യൂബാണ്. ഇതിങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 2 കട്ട മുഴുവനായിട്ടും പിന്നെ 1 കട്ടയുടെ പകുതിയുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ ചിക്കൻ ക്യൂബിലും ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ട് തന്നെ മിക്സാക്കണേ. ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനും വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് തിരിച്ചിട്ട് മറ്റേ സൈഡ് 10 മിനിറ്റ് വെക്കുക. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കുക്കായിട്ട് വരണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചിക്കനെ പോലെ അല്ലല്ലോ മന്തിയുടെ ചിക്കൻ വരിക. നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ കുക്കാക്കി എടുക്കണം. എനിക്കിപ്പോൾ ഇതൊന്ന് കുക്കായി കറക്റ്റ് പാകമായിട്ട് വരാനും വേണ്ടിയിട്ട് 30 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു.
ഇത് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 10 മിനിറ്റ് അടച്ചു വെക്കുക, എന്നിട്ട് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, വീണ്ടും 10 മിനിറ്റ് അടച്ചു വെക്കുക. അങ്ങനെ വേണം നമ്മളിത് കുക്കാക്കി എടുക്കാൻ. എന്നിട്ട് ചിക്കൻ്റെ വേവ് നമുക്ക് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ഏകദേശം ഒരു പകുതി വേവാവണ സമയത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കാണാം. ഇത് നമ്മൾ ചേർത്ത വെള്ളമല്ല, ചിക്കനിൽ നിന്നും തനിയെ ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. ഇത് ഉണ്ടായാൽ നമ്മുടെ ചിക്കൻ അടിയിലൊന്നും പിടിക്കൂല. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ നല്ലപോലെ സോഫ്റ്റായി കുക്കായി ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം വറ്റിക്കട്ടോ, കൂടുതൽ അങ്ങ് വറ്റിക്കണ്ട. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തിയുടെ മുകളിൽ ഇതുപോലെ റെഡ് ഫുഡ് കളർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫുഡ് കളറൊക്കെ മാക്സിമം ഒഴിവാക്കുവാണ്. ഏറ്റവും നല്ലത് ഫുഡ് കളറൊക്കെ ഒഴിവാക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പും കൂടെ ഇതിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു പാത്രത്തിൽ ഒരു ചിരട്ട കത്തിച്ച് അതിൻ്റെ ചൂടുള്ള കനൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ചാർക്കോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പുകഞ്ഞു വരും കേട്ടോ. ആ പുകഞ്ഞു വരുന്ന സമയത്ത് നമ്മളിത് അടച്ചു വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ആ മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൂടിയുടെ മുകളിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ഭാരം പോലെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ ദം ചെയ്ത് വെക്കുക. എത്രത്തോളം വെക്കണോ അത്രത്തോളം ടേസ്റ്റാണ്. നമ്മൾ ഭക്ഷണം കഴിക്കണ സമയത്തൊക്കെ ഇത് എടുത്ത് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അലുമിനിയം ഫോയിലൊക്കെ മാറ്റി മുകളിലുള്ള ചിരട്ടക്കനലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും പകുതിയോളം റൈസ് വേറെ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് ഇതിൽ നിന്നും ചിക്കൻ പീസ് ഞാൻ വേറെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല, മൊത്തത്തിൽ അങ്ങ് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഉടഞ്ഞു പോവാതെ കറക്റ്റായിട്ട് ചിക്കൻ പീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുവാണ്. അടിയിലുള്ള മസാലയും റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും എടുത്ത് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഗാർലിക് മയോണൈസ് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ അത് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.